നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ഭാഗ്യമുള്ള സമയമാണ്. ദൈവാധീനം നല്ല രീതിയിലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് നടക്കാനുള്ളൊരു യോഗമുണ്ട്. പക്ഷേ ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും 5-ാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് പോവുകയും ചെയ്തു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല 4-ാം ഭാവത്തിൽ രുചകായോഗം ഉള്ളത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. 5-ൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനുള്ള യോഗമുണ്ട്. 5-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്ന കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ, പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതിയുള്ള മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ചതുർഗ്രഹ യോഗമാണ് 5-ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ബാധകാധിപതിയാണ്. ശത്രുസ്ഥാനത്ത് പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സുഹൃത്തുക്കൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം, നാഗപൂജ മുതലായിട്ടുള്ള വഴിപാട്, ദേവീക്ഷേത്ര ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് അങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ തടസ്സമില്ലാതെ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും. തൊഴിലുള്ളവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്തായാലും ഉത്സാഹം വർദ്ധിക്കും. അതുപോലെ തന്നെ ശൗര്യം വർദ്ധിക്കും. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന അലസതയൊക്കെ മാറിയിട്ട് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. 7-ാം ഭാവാധിപതി ഉച്ചബലവാനായിട്ടാണ് 4 നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് നിയന്ത്രണം ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പൂർവ്വപുണ്യസ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം, പൂർവ്വപുണ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനൊക്കെ പൂർവികമായിട്ടുള്ള നല്ല ഗുണങ്ങളും ഭാഗ്യവും ഒക്കെ അനുഭവിക്കാനുള്ളൊരു യോഗത്തെ തരുന്ന മാസമാണ്. അപ്പോൾ 23-ാം തീയതി വരെയാണ് ആ യോഗമുള്ളത്. 23-ാം തീയതി വ്യാഴം 10-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ തൊഴിലിൽ കുറച്ചൊരു പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാകാനായിട്ട് സാധ്യത ആ സമയത്താണുള്ളത്. ആ സമയത്ത് തന്നെ 4-ാം ഭാവത്തു നിന്ന് ചൊവ്വയുടെ മാറ്റം ഉണ്ടാവും. ചൊവ്വ 5-ാം ഭാവത്തിലേക്ക് മാറും. 5-ാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 23-ാം തീയതി വരെയുള്ള സമയത്ത് വീട് വിട്ട് നിൽക്കാനും വീട്ടിലത്തെ പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനും യോഗമുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം. കാരണം ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ബാധയിൽ നിൽക്കുകയും ബാധകാധിപതി ശത്രുസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തത് കാരണം കൊണ്ട് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ ഗണപതി ഹോമം, ദേവീക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി, അതായത് ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നാഗപൂജ, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വളരെ നല്ല അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.